തമിഴ്നാട്ടിലെ വെല്ലൂരിൽ ട്രെയിനിൽ വെച്ച് ഗർഭിണിക്ക് നേരെയുണ്ടായ ലൈംഗികാതിക്രമം രാജ്യത്തെയാകെ നടുക്കിയിരുന്നു. പീഡന ശ്രമത്തിനിടെ യുവാവ് റെയിൽവേ ട്രാക്കിലേക്ക് തള്ളിയിട്ട യുവതിയുടെ ഗർഭസ്ഥ ശിശു മരിച്ചു. 4 മാസം ഗർഭിണിയായ ആന്ധ്ര സ്വദേശിനിയെ വ്യാഴാഴ്ച രാത്രിയാണ് യുവാവ് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത്. വെല്ലൂരിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ 36-കാരി. പ്രതിയെ പിന്നീട് പോലീസ് പിടികൂടി. മാസം ഗർഭിണിയായ ആന്ധ്ര ചിറ്റൂർ സ്വദേശിക്ക് നേരെയായിരുന്നു ട്രെയിനിൽ വെച്ച് കഴിഞ്ഞ ദിവസം രാത്രി 10:30-ഓടെ ലൈംഗികാതിക്രമം നടന്നത്. തിരുപ്പൂരിലെ വസ്ത്രനിർമ്മാണശാലയിൽ ജോലി ചെയ്യുന്ന യുവതി തിരുപ്പതിയിലേക്കുള്ള ഇന്റർസിറ്റി എക്സ്പ്രസിൽ യാത്ര ചെയ്യുമ്പോഴായിരുന്നു സംഭവം. ജോലാർപേട്ടയിൽ നിന്ന് ട്രെയിൻ പുറപ്പെടാൻ തുടങ്ങുമ്പോൾ പ്രതി ഹേമരാജ് സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റിലേക്ക് ഓടിക്കയറി. അബദ്ധത്തിൽ ബോഗി മാറി കയറിയതാണെന്നാണ് യുവതി കരുതിയത്. അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാമെന്ന് പറഞ്ഞ ഇയാൾ യുവതി ശുചിമുറിയിലേക്ക് പോയപ്പോൾ പിന്തുടർന്നെത്തി കയറി പിടിക്കുകയായിരുന്നു. മദ്യലഹരിയിലായിരുന്നു പ്രതി. യുവതി നിലവിളിച്ചെങ്കിലും കേൾക്കാതിരുന്ന പ്രതി കവനൂറിന് സമീപമെത്തിയപ്പോൾ യുവതിയെ റെയിൽവേ ട്രാക്കിലേക്ക് തള്ളിയിട്ടു. ജോലാർപേട്ടയ്ക്ക് പോറപ്പോ ലേഡീസ് എല്ലാം ഇറങ്ങിട്ടാങ്ക. ട്രെയിൻ മൂവ് ஆகறோம். ட்ரெயின்குள்ள ஏறிட்டானா. அப்புறம் கொஞ்சம் ஒரு 1/2 அன் ஹவர் அமைதியாக தான் இருந்தான். அதுக்கப்புறம் 1/2 அன் ஹவர் கழிச்சு அவன் என் ட்ரெஸ் எல்லாம் எடுக்கிறதுக்கு பார்த்தானா. 2 பேருக்கு சண்டை வந்துடுச்சு. வந்துட்டு முடியை பிடிச்சி தரன்னு இழுத்துட்டு அந்த வாசலில் போட்டு தள்ளி விட்டானா. அதுக்கப்புறம் என்ன நடந்ததுன்னு தெரியல. அப்புறம் 108 ஆம்புலன்ஸ் ഗവൺമെന്റ് ആശുപത്രിയിൽ ചേർത്തിരിക്കുകയാണ്. ട്രാക്കിൽ പരിക്കുകളോടെ കണ്ടെത്തിയ യുവതിയെ പ്രദേശവാസികളാണ് ആശുപത്രിയിൽ എത്തിച്ചത്. യുവതിയുടെ കൈക്കും കാലിനും പൊട്ടലുണ്ട്, തലയിലും മുറിവേറ്റിട്ടുണ്ട്. ഇവരുടെ ഗർഭസ്ഥ ശിശുവിന്റെ ഹൃദയത്തിന്റെ പ്രവർത്തനം നിലച്ചതായി ഡോക്ടർമാർ അറിയിച്ചു. യുവതിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. കുപ്പത്തിന് സമീപം പൂഞ്ചോല എന്ന ഗ്രാമത്തിൽ നിന്നാണ് പോലീസ് ഹേമരാജിനെ പിടികൂടിയത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് പ്രതിയെ കണ്ടെത്തിയത്. സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ തമിഴ്നാട് പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. News 18 ചെന്നൈ.